വംശീ വിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാദരോഷ്ഠാൽ പൂർണേന്ദു സുന്ദരമുഖാദരവിന്ദനേത്രാൽ കൃഷ്ണാൽ പരം കിമപി തത്വമഹം ന ജാനേ. ഒരു ദീനം ഗുരുവായൂരപ്പനെ തൊഴുതപ്പോൾ കരിനീലവർണ്ണനു കള്ളച്ചിരി. മറുദീനം മരുതാലയത്തിങ്കലെത്തുമ്പോൾ മരതകവർണ്ണനു മധുരച്ചിരി. ഗുരുവായൂരപ്പനു മധുരച്ചിരി. ഒരു നാളിൽ ഭക്തിയാൽ നാമം ജപിച്ചപ്പോൾ ഓംകാരരൂപനോ പൊട്ടിച്ചിരി. കരയുന്ന ഭക്തനെ കരയേറ്റും കണ്ണന്റെ കാരുണ്യമേറും കുസൃതിച്ചിരി. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ കുസൃതിച്ചിരി. കാലത്തെ പൂജ കുളിച്ചു തൊഴുതപ്പോൾ കംസാരി തന്നൂടെ വെണ്ണച്ചിരി. വെണ്ണ കവർന്നോരാ നേരത്തു ഉണ്ണിക്കു എല്ലാം മയക്കുന്ന സ്നേഹച്ചിരി. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ സ്നേഹച്ചിരി. നാലു പിടിയവിൽ കണ്ടോരാ നേരത്തു കണ്ണന്റെ കണ്ണീരോ കണ്ണീർ ചിരി. യോഗികൾ കാണുവാൻ മോഹിക്കും കണ്ണന്റെ ലോകം നിയന്ത്രിക്കും മായച്ചിരി. ഗുരുവായൂരപ്പന്റെ മായച്ചിരി. പുല്ലിനാൽ മേഞ്ഞിടും പൈക്കളെ കാണുമ്പോൾ പല്ലുകൾ കാട്ടാതെ കുഞ്ഞിച്ചിരി. കാമിനി രാധിക തേടി നടക്കുമ്പോൾ കൺപൊത്തി കണ്ണന്റെ പ്രേമച്ചിരി. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ പ്രേമച്ചിരി. എന്നെന്നും ഓർക്കുക ജീവന്റെ ജീവനം എന്നുണ്ണി കണ്ണന്റെ പൊന്നിൻ ചിരി. കണ്ണീരുമായുവാൻ എന്നെന്നും മാനവ കണ്ണനോടൊപ്പമ ഒന്നിച്ചിരി. വർണ്ണനോടൊപ്പമ ഒന്നിച്ചിരി. കണ്ണനോടൊപ്പമായി ഒന്നിച്ചിരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജന്മാദ്യസ്യ ത്വന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദാ യ ആദികവയേ മുഹ്യന്തിയൽ സൂരയ. തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. സപ്താഹത്തിൻ്റെ പൊരുളായി സപ്താഹത്തിൻ്റെ മഹിമയായി ഈ സപ്താക്ഷരി നിറഞ്ഞു നിൽക്കുന്നു. പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു. ആ പരമമായ സത്യത്തെ അറിയലാണ് സത്യത്തിൽ ഭാഗവതം. എത്ര കേട്ടാലും മതിവരാത്തതാണ് ഭാഗവതം. സ്വാദു സ്വാദു പദേ പദേ നിത്യനൂതനാഹ എന്നും പുതുമയുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിലെ
സ്തുതികൾ, ഉപദേശങ്ങൾ, ഉപകഥകൾ, ഉപാഖ്യാനങ്ങൾ, ഇതൊക്കെ സത്യത്തിൽ ഭാഗവതത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു. മഹാത്മ്യം പറയുക നമ്മൾ ഇന്നലെ ഉണ്ടായി, അത് വലിയൊരു സാഹസമായിട്ടാണ് പറയുക. കാരണം വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല ഭാഗവതത്തിന്റെ മഹാത്മ്യം. അത് അനുഭവിച്ചറിയണം അല്ലെ? പഞ്ചസാരയുടെ മാധുര്യത്തെക്കുറിച്ച്, തേനിന്റെ മാധുര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, എത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ അതിനെ വാക്കുകളിലൂടെ പറയാൻ സാധിക്കില്ല. മറിച്ച് അതെന്ത് വേണം? സ്വാനുഭവത്തിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ ഭഗവാൻ ഇവിടെ പറയുകയാണ്, ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമ പറയേണ്ടതല്ല, കേൾക്കേണ്ടതല്ല, മറിച്ച് ആ ആനന്ദത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. ആ ആനന്ദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയലും ഈ കേൾക്കലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിൻ്റെയൊക്കെ വിഷയം ഒന്ന് തന്നെയാണെങ്കിലും പറയുന്ന രീതിയിൽ വ്യത്യാസം. അത്രയേ ഉള്ളൂ. വിഷയങ്ങൾ ഒന്ന് തന്നെയാണ്, അവസാനത്തെ ഫലപ്രാപ്തിയും ഒന്ന് തന്നെയാണ്, പക്ഷെ പറയുന്ന രീതിയിൽ വ്യത്യാസം വരും. വേദങ്ങൾ കുറച്ചുകൂടി ഗഹനമാണ്, പുരാണങ്ങൾ കുറച്ചുകൂടി നമുക്ക് അനായാസമാണ്. കഥകളൊക്കെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ വളരെ ആ പ്രത്യേകമായിട്ടുള്ളൊരു മരുന്നുണ്ടാക്കി, പക്ഷെ അതിന് വലിയ മാധുര്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിലേക്ക് എന്തെങ്കിലുമൊക്കെ മധുരമുള്ളത് ചേർത്തിട്ട് പറയും. ഇവിടെ ഭഗവാന്റെ ലീലകളാവുന്നതോടുകൂടി അതിന്റെ മാധുര്യം എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല. വേദസാരമാണ് ശ്രീമദ് ഭാഗവതം, വേദമാണ് ഭഗവാൻ. വേദോ നാരായണ സാക്ഷാൽ എന്നാണ്. അപ്പൊ വേദമാകുന്ന ആ നാരായണന്റെ വിവിധങ്ങളായിട്ടുള്ള ലീലകളെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു എന്നാണ്. ജീവന് എന്നും ദുഃഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ദുഃഖങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. ദുഃഖം മാറുക എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാറാവുക എന്നാണ്. ഇത് കുറേ പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നിലയിലേക്ക് വരാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഇന്ന് ചെയ്യണത് എന്താ? നമുക്കുള്ള ദുഃഖങ്ങളെ മുഴുവൻ മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ, മറ്റുള്ളവൻ തനിക്ക് തന്ന ദുഃഖങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നു. സത്യത്തിൽ അങ്ങനെയില്ല. നമ്മുടെ പ്രാരബ്ധമനുസരിച്ച് നമുക്ക് അതൊക്കെ അനുഭവിക്കേണ്ടി വരും. ആ അനുഭവങ്ങളെ ഒരേപോലെ കാണാറാവലാണ് ഭാഗവതത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് എന്ന് പറയും. അപ്പൊ എല്ലാ ദുഃഖങ്ങളെയും അതേപോലെ തന്നെ സുഖത്തെയും, സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണുക എന്നുള്ളത് നിത്യാനന്ദം അനുഭവിക്കുന്ന ഒരു ജീവന് ലഭിക്കുന്ന ഭാഗ്യമാണ്. ഇതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനമാണ്. എന്തിൽ നിന്നുള്ള മോചനം? ഭൗതികതയിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. അപ്പോ നമ്മള് ഒരാളെ പിടിച്ചു കെട്ടിയിട്ടേക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആ കെട്ടിൽ നിന്നുള്ള മോചനം, ഇതേപോലെ സംസാര ബന്ധത്തിൽ നിന്ന് ജീവന് മോചനം ഉണ്ടാവണം. അതെങ്ങനെ ഉണ്ടാവുള്ളൂ? അതിനാണ് ഈ വഴികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈശ്വരനെ സേവിക്കുക, അതിന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഗ്രന്ഥം ഉണ്ടാവുക, അതിനൊരു അടിസ്ഥാനമായിട്ട് അതിന് നമ്മളെ പരിപക്വപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഗുരുനാഥൻ ഉണ്ടാവുക. ഒരു ജീവന് ഇത് മൂന്നുമാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയാറുണ്ട്. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ ഭഗവാനെ. ഒരുപക്ഷെ നിരീശ്വരവാദി പോലും ഈശ്വരനെ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ ചിലപ്പോൾ ഈശ്വരൻ എന്ന് പറയണില്ല എന്നല്ല, അയാൾ പറയുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഊർജം എന്ന് പറയുന്നു. അതൊരു എനർജി ആണെന്ന് പറയുന്നു. ആയിക്കോട്ടെ, എനർജി ആണെങ്കിലും ഈശ്വരനാണെങ്കിലും അത് ആ ഒരു ശക്തിയുണ്ട്. ഒരു കാരണമില്ലാതെ നമുക്കിവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു കാരണമുണ്ട്. ആ കാരണത്തെ നമ്മൾ പല രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ആ ഭഗവാൻ തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം എന്ന് പട്ടേരിപ്പാട് പറഞ്ഞു. വില്ലുമകൽ പറഞ്ഞ എന്താ? വിചിനുത ഭവനേഷു വല്ലഭീനാം ഉപനിഷദർത്ഥമുലൂഖലേ നിബദ്ധം. ഇവിടെ ഭക്തന്മാരോട് വില്ലുമകൽ സ്വാമിയാർ പറയുകയാണ്, നിങ്ങള് ഈ ഉപനിഷത്തിന്റെ അർത്ഥത്തെ തേടി അവിടേക്ക് ഇവിടേക്ക് ഒന്നും പോണ്ടാന്ന്. എങ്ങടെ പോണ്ടത്? ഭവനേഷു വല്ലഭീനാം, ഗോപികമാരുടെ വീടുകളിൽ അന്വേഷിക്കൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉപനിഷദർത്ഥം, ഉപനിഷത്തിന്റെ അർത്ഥം
എവിടെ ബന്ധിക്കപ്പെട്ട് നിൽക്കണു? ഉലൂഖലേ നിബദ്ധം. ദാമം കൊണ്ടമ്മ പിടിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്നു കൃഷ്ണൻ ഹരി. അല്ലെ, ആ ഭഗവാനെ കാണാൻ വേഗിതമാകുന്ന കാട്ടിൽ കൂടെ ഈശ്വരനെ അന്വേഷിച്ചു പോണ്ട, നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള വഴിയുണ്ട് എന്നാണ്. ഇതിനാണ് ആ ഗോപികമാരുടെ ഗൃഹങ്ങളിലേക്ക് പോകാൻ പറയേണ്ടത്. അപ്പൊ ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്. അതിനെ വ്യക്തമായി കാണാൻ ഓരോ ഇടങ്ങൾ പ്രത്യേകമുണ്ട്. അല്ലേ, എല്ലായിടത്തും ഈശ്വരൻ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത് ഈശ്വരന്റെ കഴിവ് കുറവല്ല, ആ ഈശ്വരനെ കാണുന്നതിൽ നമ്മുടെ കഴിവ് കുറവുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ചില രീതിയിൽ ചിലപ്പോൾ ക്ഷേത്രങ്ങളില് അതല്ലെങ്കിൽ ഒരു വിഗ്രഹം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ, അതുമല്ലെങ്കിൽ ഒരു പശുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആനയെ കാണുമ്പോൾ ഇതിലൊക്കെ ഈശ്വരനുണ്ട് എന്ന് നമുക്ക് നമ്മുടെ നിരന്തരമായ ശീലം കൊണ്ട് നമുക്കത് മനസ്സിലാവും. എന്നാൽ എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്നാണെങ്കിൽ ഇപ്പൊ ഇവിടെ പറയാണ്, ആ ഈശ്വരനെ വൃന്ദാവനത്തിൽ ഗോപസ്ത്രീകളുടെ ഭവനത്തിൽ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും എന്ന് പറയുന്നു. അങ്ങനെ ആ ഗോപസ്ത്രീകൾ കെട്ടിയിട്ട ഭഗവാൻ ഇപ്പോ എവിടെയുണ്ട് എന്നാ പറയണത്? 5000 വർഷങ്ങൾക്കിപ്പുറം, 5 സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറം. അതാണ് പട്ടേരിപ്പാട് പറഞ്ഞത് ഗുരുഭവനപുരേ. ഗുരുഭവനപുരത്തിൽ ഏതാണ് ഈ ഗുരുവായൂര് എന്നുള്ളതും മറ്റൊരു സംശയം. ഇല്ലേ, നമുക്ക് എല്ലാ ദിവസവും ഗുരുവായൂർക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. വേണ്ട, നിങ്ങളുടെ ഹൃദയമാകുന്ന ആ ഗുരുവായൂരിൽ ഭഗവാനെ കണ്ടോളൂ. ഗുരുവായ വായുവിരിക്കുന്ന ഊര് ഗുരുവായൂര്. ആ സ്ഥലത്തിന്റെ അപ്പൻ ഈശ്വരൻ ഗുരുവായൂരപ്പൻ. അപ്പൊ നമ്മുടെ ഹൃദയ പീഠികയിൽ ഭഗവാൻ ഇരിക്കുന്നു. അല്ലെങ്കിൽ പൂന്താനത്തെ പോലെ, അല്ലെങ്കിൽ കൂടല്ലൂർ കുഞ്ഞിക്കാവ് പൂരിയെ പോലെ, വില്ലോങ്കലത്തെ പോലെ, മേൽപ്പത്തൂരിനെ പോലെ അവരുണ്ടാക്കിയ ഒരു ഗുരുവായൂരപ്പന്റെ മതിൽക്ക കണ്ട് അത് ശ്രീകൃഷ്ണ കർണാമൃതത്തിലൂടെയും നാരായണീയത്തിലൂടെയും അല്ലെങ്കിൽ ഇപ്പതാ ഭാഗവതത്തിലൂടെയും ഒക്കെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ മതിൽക്കകത്തേക്ക് കടക്കാനുള്ള വഴിയാണ് ഇതൊക്കെ. അതിനുള്ള ഒരു അടിസ്ഥാനമാണ്. ഗുരുവായൂരപ്പനെ എവിടെ നിന്ന് ചാരയായാലും ദൂരെയായാലും തന്നെ സ്മരിക്കുന്നുണ്ടോ എന്ന് ഭഗവാൻ നോക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഗുരുവായൂരപ്പന്റെ ചൈതന്യം എവിടെ കാണുന്നുവോ അത് ഗുരുവായൂരാണ്. ഗുരുവായ വായു ഇരിക്കുന്ന ഊര് ഗുരുവായൂർ, അവിടുത്തെ ഈശ്വരൻ ഗുരുവായൂരപ്പൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ എന്നാണ്. ആ ഈശ്വരനെ ഉപാസന ചെയ്യാൻ ഒരു ഗ്രന്ഥം, അതാണ് ശ്രീമദ് ഭാഗവതം. അത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണെന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി. കലിയുഗത്തിൽ ഭാഗവതത്തോളം ഭഗവത് ഉപാസനയ്ക്ക് യോജിച്ച മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്ന് പറയുന്നു. അത് ഒരാൾ വായിക്കുകയും മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യുക. ശ്രീമദ് ഭാഗവതം ശ്രാവ്യം, വായിക്കുന്ന ആൾ തന്നെ കേൾക്കണമുണ്ട്. അല്ലേ, അങ്ങനെയുണ്ട്. നമ്മളിപ്പോ എന്ത് പറയുമ്പോഴും അത് നമ്മൾ കൂടി കേൾക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു അനുഭൂതി ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഇതേപോലെ പറയുകയാണ്, ശ്രീമദ് ഭാഗവതം കൊണ്ട് ആ ശ്രീ ഗുരുവായൂരപ്പനെ, ആ ഈശ്വര ചൈതന്യത്തെ ഉപാസിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിനുള്ള വഴിയാണ് നമുക്ക് ജഗദംബികയായ ഭഗവതിയും ദേവര മഹാദേവനും ഒക്കെ ചേർന്ന് അനുഭവം ആക്കി തരുന്നത്. അപ്പൊ അതിനെ വരുന്ന ദിവസങ്ങളിൽ ആസ്വദിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഈ ശ്രീമദ് ഭാഗവതം അത് എങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കും എന്നാ പറഞ്ഞത്? അത് ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക്, അത് നിർമ്മത്സരന്മാരായിട്ടുള്ള ആളുകൾക്കാണ് അത് ലഭിക്കുക എന്ന് പറയുന്നു. ആ ഒരു തലത്തിൽ നമുക്കിതിനെ അനുസ്മരിക്കാൻ വരും ദിവസങ്ങളിൽ, വരും നിമിഷങ്ങളിലൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ഠിതോ വിജയതേ ഗോപാല ചൂടാമണി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ഗുരുവായൂരിലെ പൂജകനാകാൻ കഴിഞ്ഞതെൻ ഭാഗ്യം. ഇരുവട്ടം നീ പൂജകനാക്കി എന്റെ മഹാഭാഗ്യം. 2 മണിക്ക് എഴുന്നേറ്റു ഞാൻ കുളിക്കുവാൻ പോയി. 2:30 മുങ്ങിക്കേറി പുതുവസ്ത്രം ചുറ്റി. ഗോകുലബാലനു മുന്നിൽ ഞാനും നാമങ്ങൾ ചൊല്ലി. ഗോപുരമണിയതു മുട്ടി സമയം 3 സത്യം. കണ്ണൻ തന്നുടെ തിരുനട ഞാനും തുറന്നൊരാ നേരം. കണ്ണീരോടെ ഭക്തജനങ്ങൾ നിർമാല്യം കണ്ടു. കളഭച്ചാത്തും മാലകളും ഞാൻ നീക്കി വിധി പോലെ. കളകളഗാനം തീർത്തു വെള്ളം കണ്ണനു നീരാട്ട. അതിനും മുമ്പേ അഞ്ജനശിലയിൽ നിർമ്മല തൈലത്താ അഭിഷേകത്തെ ചെയ്തു ഞാനും അത്ഭുത ഭാവത്തിൽ. കരിയില്ലാത്തൊരു വാഗപ്പൊടിയാ കടവി വെല്ലേ ഞാൻ. തിരിയുടെ പ്രഭയാൽ കളവച്ചാർത്തും കണ്ടു ഭക്തന്മാർ. കരിയില്ലാത്തൊരു വാഗപ്പൊടിയാ കടവി വെല്ലേ ഞാൻ. തിരിയുടെ പ്രഭയാൽ വാഗച്ചാർത്തും കണ്ടു ഭക്തന്മാർ. സപ്തസരസിനെ ആവാഹിച്ചൊരു ശംഖാരഭിഷേകം. ഭക്തമനസ്സിനു മറുപടി കുംഭം കൊണ്ടൊരു അഭിഷേകം. കിരീടി തന്നുടെ സാരഥിയാകും പവനപുരാധീശൻ. കിരീടമൊന്നു ധരിച്ചു മെല്ലെ പുഞ്ചിരി തൂകുന്നു. മലരും പഴവും വെണ്ണയുമെല്ലാം കണ്ണനു നേരിട്ടു. മണിവർണ്ണൻ തന്നുകത്തു ഭക്യ ചന്ദനമണിയുറ്റു. തുറന്നു ഞാൻ കാരുണ്യത്തിൽ തിരുനടയന്നേരം. അകന്നു എന്നുടെ ക്ഷീണമതെല്ലാം കൃഷ്ണ സഹായത്താ. നെയ്പായസമതു തയ്യാറായി ഉഷസ്സിനാദ്യത്തിൽ. നൈവേദ്യത്തെ നൽകി കണ്ണനുഷത പൂജയതാ. കുളിച്ചു വന്നു വൈകിടാതെ എതിർത്തു പൂജയ്ക്കാൻ. കുളിച്ചു ഞാനും പ്രിയത്തിനാലെ കിതച്ചുവെന്നാലും. ശിവേലിക്കായി പുറത്തിറങ്ങി തൂവി തിരിച്ചെത്തി. ശ്രീബലി തന്നുടെ പ്രദക്ഷിണങ്ങൾ കഴിഞ്ഞു സാമോദം. പന്തീരടിയിൽ ഓദിക്കന്മാർ പൂജ കഴിക്കുമ്പോ. നവകാദികളാൽ നാരായണനു സന്തോഷം പൂണ്ടു. പാൽപായസമതു തയ്യാറായി പൂജ തുടങ്ങി ഞാൻ. പാർത്ഥൻ തന്നുടെ സൂതൻ ദേവൻ പുഞ്ചിരിയും തൂക്കി. വെള്ളിയിൽ തീർത്തൊരു ഉരുളി പിന്നെ സ്വർണ്ണ പാത്രങ്ങൾ. തിരുവമൃതത്തിനു തയ്യാറായി നേദിച്ചു ഞാനും. ചന്ദനമതിനാൽ തീർത്തു മുഖവും ചരിതാർത്ഥൻ ഞാനും. കളഭത്താലെ തീർത്തു പലവിധ ലീലാവേഷങ്ങൾ.
അവിടുത്തെ തീർത്ഥത്തെ ഭക്ത്യ സേവിച്ചു ഞാനും. മാളിക മുകളിൽ എത്തി പിന്നെ ഒട്ടും വൈകാതെ നാളികലോചന നൈവേദ്യത്തെ കഴിച്ചു പിന്നീടോ. ഭക്തന്മാരുടെ കഥകൾ കേട്ടു പ്രസാദവും നൽകി ഭക്തിക്കായി പ്രാർത്ഥിച്ചു ഞാൻ വിശ്രമനിമിഷങ്ങൾ. 4 മണിക്ക് എഴുന്നേറ്റു ഞാൻ സ്നാനം ചെയ്തല്ലോ. നിറഞ്ഞു കത്തും ദീപം സാക്ഷി ഭക്തനു ദർശനമാ. 4 മണിക്ക് സ്നാനം ചെയ്തു അമ്പലമതിലെത്തി. നിറഞ്ഞു കത്തും ദീപം സാക്ഷി ഭക്തനു ദർശനമാ. ശിവേലിക്കായി പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോൾ ശിവകാക്കായി കഴുകി ദേവൻ എന്നെ സാമോദം. ദീപാരാധന നേരം ദീപത്തട്ടിലെ സൗന്ദര്യം ദ്വാരകവാസനു മുന്നിൽ ഭക്യ ഒഴിഞ്ഞു സായുജ്യം. അത്താഴത്തിനു അത്ഭുതരൂപൻ തന്നുടെ സന്നിധിയിൽ അകമതു നിറയും പൂജയെ ചെയ്തു ഭക്ത്യാസാമീപ്യം. ശ്രീബലി തൂവി തിരിച്ചെത്തുമ്പോൾ കണ്ണൻ ചൊല്ലുന്നു ശീഘ്രം ചെല്ലു മേശാന്തി മെല്ലെ കിടന്നോളൂ. ഇങ്ങനെ എന്നെ കൊണ്ടു നടന്നൊരു കാരുണ്യ കാമ്പേ എങ്ങനെ അടിയൻ നിന്നെ മറക്കും ഗുരുവായൂരപ്പ. ഇങ്ങനെ എന്നെ കൊണ്ടു നടന്നൊരു കാരുണ്യ കാമ്പേ എങ്ങനെ അടിയൻ നിന്നെ മറക്കും ഗുരുവായൂരപ്പ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഗുരുവായൂരപ്പ ഗോപി ഗോപാല. ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 10 ലക്ഷണങ്ങളോടുകൂടിയ 12 സ്കന്ധങ്ങൾ. ആ 12 സ്കന്ധങ്ങളിൽ ഭഗവാന്റെ അവദാനങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്നു. അത് ഉപദേശങ്ങളായി പലതരത്തിലുള്ള ഉപകഥകളായി ഉപാഖ്യാനങ്ങളായി ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവത കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു വ്യാസ നാരദ സംവാദമായിട്ടും ബ്രഹ്മനാരദ സംവാദമായിട്ടും ഒക്കെ ഭാഗവതം പലയിടത്തും പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ സംബന്ധിച്ചതാണ് ഭാഗവതം. ഇപ്പോൾ ഇവിടെ ബ്രഹ്മാവിന് ഭഗവാൻ 4 ശ്ലോകങ്ങളിലൂടെ ഭാഗവതത്തെ പകർന്നു കൊടുത്തു. അഹമേവാസമേവാഗ്രേ നാന്യൽ യത് സദസത്പരം. സത്തായിട്ടും അസത്തായിട്ടും ഭഗവാനല്ലാതെ ലോകത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഭാഗവത ധർമ്മം. ഈ ഭാഗവതത്തെയാണ് 4 ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാവിന് അത്രയും വേണ്ടി വന്നു. ബ്രഹ്മാവ് അത് നാരദന് ഉപദേശിച്ചപ്പോഴേക്കും കുറച്ചുകൂടി വിസ്തരിച്ചിട്ട് പറഞ്ഞു കൊടുത്തു. അവിടെയാണ് ഭഗവാന്റെ അവതാര രംഗങ്ങളെ കുറിച്ചും പ്രത്യേകിച്ചും കൃഷ്ണാവതാരത്തെ കുറിച്ചൊക്കെ വർണ്ണിച്ചത്. കൃഷ്ണാവതാര ലീലകൾ വളരെ രസകരമായിട്ട് ബ്രഹ്മാവ്
ആ നാരദ മഹർഷിക്ക് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ബ്രഹ്മാവ് പറഞ്ഞു, ഇതം ഭാഗവതം നാമ എന്മേ ഭഗവതോദിതം, എനിക്ക് ഭഗവാൻ പകർന്നു തന്ന ഈ ഭാഗവതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതദ് വിപുലീകുരു. ഇതിനെ ഞാനിപ്പോൾ നിനക്ക് ചുരുക്കിയാണ് പറഞ്ഞു തന്നത്, ഇത് വിസ്തരിച്ച് ലോകത്തിന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് വേണമെന്നാ പറഞ്ഞത്? ശ്രദ്ധ എന്തിൽ വേണം? യഥാഹരോ ഭഗവതി നൃണാം ഭക്തിർ ഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യ പറഞ്ഞേ. വർണ്ണിക്കുന്ന സമയത്ത് ആ കേൾക്കുന്ന ആളുകളിൽ ഭക്തി ഉണ്ടാവാവുന്ന തരത്തിൽ ഇതിനെ വർണ്ണിക്കണം. എങ്ങനെ വേണമെങ്കിൽ വർണ്ണിക്കാനാണ്. ആളുകൾക്ക് ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനം എന്ന് നാരദ മഹർഷിക്ക് ബ്രഹ്മാവ് പറഞ്ഞു. ആ നാരദനാണ് ഇത് വേദവ്യാസന് പകർന്നു കൊടുത്തത്. വേദവ്യാസൻ അത് ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു. ശ്രീശുക ബ്രഹ്മർഷി അത് പരീക്ഷത്തിനോടൊപ്പം സൂത പൗരാണികനും തുടർന്ന് ആ സൂതൻ ശൗനകാദൃശീശ്വരന്മാർക്കും ഒക്കെ പകർന്നു കൊടുത്ത് ആ ഭാഗവത ഗംഗ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാണ് ഭാഗവതം ആരംഭിക്കുന്നത്. പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു. പരമമായ സത്യത്തെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് ചുരുക്കം. എന്താണ് ഈ പരമമായ സത്യം? അതാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ എന്ന് പറഞ്ഞത്. ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അപ്പൊ നമുക്ക് തോന്നും നമ്മളൊക്കെ സത്യമല്ലേ, ഇവിടെ കാണുന്നതൊക്കെ സത്യമല്ലേ, സംശയം ഉണ്ടാവും അല്ലേ? പക്ഷേ അതൊക്കെ വ്യാവഹാരികമായ സത്യം മാത്രമാണ്. ഇന്ന് സത്യമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ സത്യമായിക്കൊള്ളുന്നില്ല, നാളെ സത്യമാവണമെന്നില്ല. ഒരു 50 or 60 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പ് നമ്മളൊന്നും സത്യമായിരുന്നില്ല. മറിച്ച് വേറെ ചില ആളുകളായിരുന്നു അന്നത്തെ സത്യം. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലോ നമ്മളൊന്നും സത്യമായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക എന്നുള്ളത് മായയാണ്. അത് നിത്യസത്യമല്ല എന്ന് ചുരുക്കം. അത് വ്യാവഹാരികമായ സത്യമാണ്. ഇപ്പൊ പകൽ എന്ന് പറയുന്നത് സത്യമാണ്, ഇപ്പോൾ സത്യമാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞാലോ അത് സത്യമല്ലാതെയാണ്. ഒരു 7 മണിക്ക് നമ്മൾ പകലാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതല്ലേ, ഇതെന്താ ഇങ്ങനെ മാറി മാറി പറയണത്? അത്രേ ആ സത്യത്തിന് ആ നിലനിൽപ്പുള്ളൂ എന്ന് ചുരുക്കം. ഒരു 12 മണിക്കൂർ നിലനിൽപ്പുണ്ടാവും. അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞ പിന്നെ അതിന് രാത്രി എന്ന് പറയും. സത്യത്തിൽ ഇതൊക്കെ തന്നെ ഭഗവാന്റെ മായയാണ്. ഈ മായയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇത് ആർക്കാണ് കിട്ടുക? ഭാഗവതം എല്ലാവർക്കും ഭാഗവതം കിട്ടില്ല. നിർമത്സരാണാം സതാം വേദ്യം എന്ന മാത്സര്യ ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ ഭാഗവതത്തെ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നു, നമ്മൾ എത്രയോ കാലമായി ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്രയോ കാലമായി ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ഭാഗവതം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ ഉള്ളിൽ മത്സര ബുദ്ധിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് ജാതിയുടെ പേരിലാവാം, മതത്തിന്റെ പേരിലാവാം, രാഷ്ട്രീയത്തിന്റെ പേരിലാവാം, സമ്പത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, ഇങ്ങനെ പല പല പേരുകളിൽ നമ്മുടെ ഉള്ളിൽ മത്സരം നിലനിൽക്കുന്നു. ആ മത്സരമില്ലാതെയാവണം. നിർമത്സരാണാം സതാം വേദ്യം ആണ്. നിർമത്സരന്മാർക്കാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാവുക. ഇത് ശിവത്തെ നൽകുന്നതാണ്, മംഗളത്തെ നൽകുന്നതാണ്, താപത്രയങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ് എന്നും അവിടെ പറഞ്ഞു. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നിഗമകൽപ്പതരോർഗളിതം ഫലം, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് മുതിർന്നു വീണ ഈ ഭാഗവതമാകുന്ന ഫലത്തെ നിങ്ങൾ പാനം ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിനെ കുടിക്കുവിൻ. ഇത് എന്താണ്? ഇത് പഴങ്ങളിൽ പ്രഥമനാണ്, പഴപ്രഥമനാണ്. പഴപ്രഥമൻ നമുക്ക് കുടിക്കാം അല്ലേ? അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം അത് ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി സൂത പൗരാണികൻ പറഞ്ഞു കൊടുത്തു. ഭാഗവതത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശൗനകാദി ഋഷീശ്വരന്മാര് ഈ സൂത പൗരാണികനെ ഉഗ്രശ്രവസ എന്ന അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുന്നതും അദ്ദേഹത്തിന്റെ അടുത്ത് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. എന്തിനാണ് അവർ ചോദിക്കുന്നത്? പറയാണ്, പ്രായേണ അല്പായുഷ, ഈ കലിയുഗത്തിലുള്ള ആളുകളൊക്കെ കലാവസ്മിൻ യുഗേ ജന,
ഈ കലിയുഗത്തിലെ ആളുകളൊക്കെ ആയുസ് കുറഞ്ഞവരാവും, ബുദ്ധി കുറഞ്ഞവരാവും, ഓർമ്മശക്തി കുറവുള്ളവരാവും. അങ്ങനെ പൊതുവിൽ നിർഭാഗ്യവാന്മാരാവും കലിയുഗത്തിലുള്ള ആളുകൾ. അപ്പൊ അവർക്ക് എങ്ങനെ കലിമാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും, അത് ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറയുക. കാരണം ആ യക്ഷണ്വതാം രസജ്ഞാനം സ്വാദു പദേ പദേ, ഓരോ പദത്തിലും സ്വാദേറുന്ന ആ ഭഗവാന്റെ ദിവ്യമായ ലീലകൾ വയം തുന വിതൃപ്യാമ, ഞങ്ങൾക്ക് തൃപ്തി വരുന്നില്ല അത് കേട്ടിട്ട്, അത് വിസ്തരിച്ച് പറഞ്ഞു തരണേ. ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് രാമനോട് കൂടി ആടിയത്. ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ധർമ്മം എന്തിനെ ശരണം പ്രാപിച്ചു, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പിന്നീടുള്ള 334 അധ്യായങ്ങളിലൂടെ പറയുന്നത്. ആകെ 335 അധ്യായം, അതിൽ 333 അധ്യായമാണ് ഭാഗവതം. 334ാമത്തെ അധ്യായമായിട്ട് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മയാണ്, മനനമാണ്. മനനാധ്യായം എന്ന് പറയുന്നു. പിന്നീട് മംഗളാധ്യായം, അതിൻ്റെ സമർപ്പണം. അപ്പം അങ്ങനെ 335 അധ്യായം. ഒന്നാമത്തെ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായം മുതലാണ് സൂതൻ പറയാനായിട്ട് ആരംഭിക്കുന്നത്. 2ാമത്തെ സ്കന്ധത്തിൽ 1ാമത്തെ അധ്യായം മുതലാണ് ശ്രീശുക ബ്രഹ്മർഷി പറയാനായിട്ട് ആരംഭിക്കുന്നത്. ഇപ്പൊ സൂതൻ 1-ൽ 2, ശ്രീശുകൻ 2-ൽ 1. ഇവിടെ ശ്രീശുകന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത് ആരാ? പരീക്ഷിതാണ്. സൂതന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത് ശൗനകാദിൽ ശിഷ്യന്മാരാണ്. സൂതൻ പരീക്ഷിത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ശ്രീശുക ബ്രഹ്മർഷി നൽകിയ മറുപടിയാണ് സൂതൻ കലിയുഗം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കലിയുഗത്തിന്റെ ഒരവസ്ഥയിൽ പരീക്ഷത്തിന്റെ ആ ദേഹവിയോഗത്തിനൊക്കെ ശേഷം പറയുന്നത്. ഇവിടെ ചോദ്യങ്ങൾ വളരെ നന്നായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂതൻ പറയാനായിട്ട് ആരംഭിച്ചത്. സൂതൻ എന്ന വാക്കിന് പുരാണങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ആള് എന്നുള്ളത് ഒരു ജാതി എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ട്. മറ്റൊരർത്ഥം നമുക്കറിയാം, സൂതൻ എന്ന് പറഞ്ഞാൽ സാരഥിയാണ്. അപ്പൊ നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഒരു സാരഥി, ഒരു ഗുരു, പാഠസാരഥിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഗുരുവാകുന്ന സാരഥിയാണ് ഇവിടെ സൂതൻ. ആ സൂതൻ ഏത് പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് വേണം? ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തേന. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് പൂർണ്ണത വരുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദോഷം സംഭവിക്കും. അപ്പൊ ഗുരുനാഥൻ അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ച് തൻ്റെ ഗുരുവായ ശ്രീശുക ബ്രഹ്മർഷിയുടെ പാദാരവിന്ദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചും കൊണ്ടാണ് സൂതൻ ആരംഭിക്കുന്നത്. തം സർവഭൂത ഹൃദയം മുനി മാനതോസ്മി തം വ്യാസസൂനു ഉപയാമി ഗുരും മുനീനാം എന്നുള്ള രീതിയിൽ അവിടെ ആരംഭിക്കുന്നു. ഇത് ചോദിച്ചു, പരമമായ ധർമ്മം ഏത് ജന്മമായിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ ബാലനോ വൃദ്ധനോ ആരുമായിക്കൊള്ളട്ടെ, ഇനി ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ പരമമായ ധർമ്മം എന്ന് പറഞ്ഞത് അധോക്ഷജേ ഭക്തി, ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള കാരണവും കൂടാതെ നിഷ്കാമമായി നിസ്വാർത്ഥമായി ഭഗവാനെ ഭജിക്കാൻ സാധിക്കുക. ഇതൊക്കെ ഗോപികമാരെ പോലുള്ള ആളുകൾക്കൊക്കെയാണ് സാധിക്കേണ്ടത്. കൃഷ്ണന് സുഖം വേണമെന്നേ ആഗ്രഹമുള്ളവർക്ക്, അവർക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. എന്തെങ്കിലും കൃഷ്ണനിൽ നിന്ന് കിട്ടണം അങ്ങനെ അവർ വിചാരിച്ചിട്ടില്ല. കൃഷ്ണന് സുഖമുണ്ടാവണം മാത്രമേ അവർ കരുതിയിട്ടുള്ളൂ. പണ്ടൊരു കഥയുണ്ട്, കാൽപ്പൊടി എന്നുള്ളൊരു കഥ. ഗോപികമാരുടെ ഭക്തിഭാവത്തിന്റെ ആഴവും പരപ്പും കാണിച്ചു തരുന്ന വളരെ വിശേഷമായിട്ടുള്ളൊരു കഥയാണ്, ഒരു കവിതയാണ് കാൽപ്പൊടി എന്നുള്ളത്. എന്താ അത്? ഭഗവാൻ ദ്വാരകയില് ഇവിടുത്തെ മധുരയിൽ നിന്നും, അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ നിന്ന് പോയി മധുരയിലെത്തി, മധുരയിൽ നിന്ന് ദ്വാരക നിർമ്മിച്ചു. ദ്വാരകയിൽ ഭഗവാൻ 16,108 പത്നിമാർക്കും ലക്ഷ്മീ ദേവിമാർക്കും ഏകപതിയായി ത്രിലോകീ ഗൃഹസ്ഥനായി വാഴുന്ന സമയം. ആ സമയത്ത് നാരദൻ ഒരു ദിവസം ദ്വാരകയിലേക്ക് വന്നു. ഭഗവാന് വല്ലാത്ത തലവേദന. അപ്പോ പല രീതിയിൽ ആ തലവേദന മാറാൻ വേണ്ടി നോക്കി, പല മരുന്നുകളും കഴിച്ചു നോക്കി, വൈദ്യന്മാരൊക്കെ വന്ന് നോക്കി, ഒരു ഫലം ഉണ്ടായില്ല. അവസാനം ഒരു വൈദ്യം പറഞ്ഞു, ഇതിനൊരു
വഴിയുണ്ട്, ഒരൊറ്റമൂലിയുണ്ട്. പക്ഷേ അത് അത്രയും പരിശുദ്ധമായ മണ്ണ് കിട്ടുമെന്ന് അറിയില്ല. ഭഗവാൻ ചോദിച്ചു, എന്താണെങ്കിലും പറയൂ, നമുക്ക് അന്വേഷിപ്പിക്കാം. നാരദൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ വൈദ്യം പറഞ്ഞു, കുറച്ച് നറുനവനീതം, നല്ല വെണ്ണ എടുത്തിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന സ്ത്രീകളുടെ പാദധൂളി ഈ വെണ്ണയിൽ ചേർക്കുക, എന്നിട്ട് അത് നെറ്റിയിൽ പുരട്ടുക. അപ്പൊ ഭഗവാന്റെ തലവേദന മാറുമെന്നാണ്. ഉടനെ തന്നെ രുക്മിണിയാദി ദേവിമാരുടെ ഭഗവാനെ എത്രയാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീരില്ല. അവരെന്നും ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ ദാസ്യവൃത്തിയാണ്. അങ്ങനെയുള്ള ആ രുക്മിണിയാദി ദേവിമാരെ വിളിച്ചു, അവരോട് കാര്യം പറഞ്ഞു. അവർ ചോദിച്ചു, എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭഗവാനെ വലിയ ഇഷ്ടമല്ലേ? എന്ന് പറഞ്ഞു, തീർച്ചയായും എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ അപ്പോൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ കാല് തട്ടിയ പൊടിയുണ്ടല്ലോ, കാൽപ്പൊടി, അത് കുറച്ച് വേണം. എന്തിനാന്ന് ചോദിച്ചു. പറഞ്ഞു, ഭഗവാന്റെ നെറ്റിയിൽ പുരട്ടാൻ വേണ്ടിയിട്ടാണ്. ഉടനെ തന്നെ രുക്മിണിയാദി ദേവിമാര് പറഞ്ഞു അത്ര, അയ്യോ, ഞങ്ങൾ ഇപ്പോൾ ഈ കാൽപ്പൊടി തരിക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് അവിടുത്തെ നെറ്റിയിൽ പുരട്ടിയാൽ അവിടുത്തെ ചവിട്ടുന്നതിന് തുല്യമല്ലേ? അപ്പോൾ വലിയ സംശയമായി. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും നരകലോകത്തിൽ പോയി വീഴും, ഞങ്ങൾ ചെയ്യുന്ന പാപം കൊണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഇതൊന്ന് ഒഴിവാക്കി തരണം. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. നാരദനോട് പറഞ്ഞു, നാരദ, ഒരു കാര്യം ചെയ്തോളൂ, നേരെ വൃന്ദാവനത്തിലേക്ക് പൊക്കോളൂ. അവിടെ എൻ്റെ പ്രിയപ്പെട്ട ഗോപികമാരുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കുന്നു. നാരദൻ പോകുമ്പോൾ ഭഗവാൻ ആലോചിക്കണത് എന്താ, പണ്ടൊരിക്കൽ രാധാദേവി, പിന്നെ രാധാദേവി ചവിട്ടിയാൽ പോലും തൊട്ടുതല വെക്കാറില്ല. രാധാദേവി ചവിട്ടിയപ്പോ ഭഗവാൻ തൊട്ടുതല വെച്ചു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, എന്താ രാധ തൊട്ടുതല വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ ഞാൻ ചവിട്ടിയില്ലേ അറിയാതെ. അത് സാരമൊന്നുമില്ല, ഇല്ല അറിയാതെയാണെങ്കിലും ഞാൻ ചെയ്തു പോയില്ലേ വലിയൊരു പാപം. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ മറുപടി എന്താ, രാധയെ, ഞാൻ ഇതേവരെ വിചാരിച്ചത് ഞാനും രാധയും ഒന്നാണെന്നാണ്. ഞാൻ എൻ്റെ ദേഹത്ത് തന്നെ തട്ടിക്കഴിഞ്ഞാൽ തൊട്ടുതല വെക്കാറില്ല. രാധയും അങ്ങനെ വിചാരിക്കണ്ടേ എന്ന് ചോദിച്ചു. രാധ കാക്കൽ വീണ് നമസ്കരിച്ചു എന്നാണ്. അപ്പൊ ആ രാധയടക്കമുള്ള ഗോപികമാർക്ക് ഈ ഒരു തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഭഗവാനുമായിട്ടുള്ള നിത്യ സഹവാസം കൊണ്ട്. നാരദ മഹർഷി ചെന്നു, രാധികാദി ദേവിമാരെ സ്വീകരിച്ചു, കാര്യം പറഞ്ഞു. അവര് പറഞ്ഞു, അവിടെ ആ രുക്മിണിയാദി ദേവിമാരെ എന്ത് പറഞ്ഞു എന്ന് വെച്ചപ്പോൾ അവരുടെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് നാഗലോകമോ നരകലോകമോ ഒന്നും പ്രശ്നമില്ല, നാരായണന്റെ സന്തോഷം മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ നരകത്തിൽ പോയി കിടന്നാൽ ഞങ്ങൾക്ക് അത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എത്രയാണ് വേണ്ടത് വെച്ചാൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാം. അതേ തുടർന്ന് നാരദ മഹർഷി ആ പാദധൂളി, ഉദ്ധവൻ വീണ് നമസ്കരിച്ച ഗോപിക പാദധൂളി, ആ പാദധൂളിയായിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് നാരദൻ എത്തുകയാണ്. അവിടെ നാരദൻ വരുന്നതിന് മുമ്പേ നാരായണമൂർത്തിയുടെ സകല തരത്തിലുള്ള വേദനകളും മാറിക്കഴിഞ്ഞു. നാരദനും മനസ്സിലായി. നാരദനും ഉദ്ധവനെ പോലെ നമസ്കരിച്ചു എന്നാണ്. വന്ദേ നന്ദമൃഗസ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഗോപീ ചരണാരവിന്ദ പരമാണവേ നമ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അപ്പൊ ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു നിഷ്കാമമായ ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത്. ഓരോ ജന്മത്തിന്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണ്. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നൊക്കെ പറയുന്നത് ഈ ചൈതന്യത്തെയാണ്. ആ ഭഗവാനെയാണ് സ്തുതിക്കേണ്ടത്, ആ ഭഗവാന്റെ കീർത്തനങ്ങളാണ് പാടേണ്ടത്, ആ ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത്, ആ ഭഗവാനെയാണ് പൂജിക്കേണ്ടത്. എപ്പോ? നിത്യത. അത് പ്രത്യേകമായിട്ട് ഭാഗവതം പറയുന്നു. ഒരു ദിവസം പൂജിച്ചാൽ പോരാ, ഒരു ദിവസം ധ്യാനിച്ചാൽ പോരാ, ഒരു ദിവസം ജപിച്ചാൽ പോരാ, ഒരു ദിവസം കേട്ടാൽ പോരാ, മറിച്ച് എന്നും കേട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ ഇല്ലാതെയാവും. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ഇരുട്ട് ഇല്ലാതെയാവും, ശരിയാണ്. പക്ഷേ ഒരു ദിവസം വിളക്ക് കൊളുത്തിയാൽ മതിയോ? നമ്മുടെ ഗ്രഹത്തില് വല്ലാത്ത ഇരുട്ടാണ് മുറിയിൽ. ഒരു ദിവസം വിളക്ക് കൊളുത്തി, അതുകൊണ്ട് ഇരുട്ടൊക്കെ മാറി. പിറ്റേ ദിവസവും വിളക്ക് കൊളുത്തണം. വെളിച്ചം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തണം. ഇതുപോലെ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ
നാമദീപം എപ്പോഴും തെളിഞ്ഞു കത്തണം മുന്നിൽ. അത് നിരന്തരമായ നാമസങ്കീർത്തനം ചെയ്യണം എന്ന് ചുരുക്കം. അതുകൊണ്ട് ഹൃദയഗ്രന്ഥികൾ തകരുകയും അതേപോലെ തന്നെ എല്ലാ സംശയങ്ങളും തീരുകയും കർമ്മങ്ങളൊക്കെ ഒടുങ്ങുകയും ചെയ്യും. കർമ്മമൊക്കെ ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണത് അവസാനം ആ കർമ്മത്തിൽ നിന്ന് മോചനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മരുന്ന് കഴിക്കുന്നത് സൂക്കേട് മാറാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കണോ വേണ്ട. ഇതേപോലെയാണ് നാം ചെയ്യുന്ന കർമ്മങ്ങൾ. കർമ്മങ്ങൾ ആദ്യം ചെയ്ത് കർമ്മ വിശുദ്ധി ഉണ്ടാവും. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ല കർമ്മങ്ങളായിട്ട് തീരും. അത് പതിയെ പിന്നെ ആ കർമ്മങ്ങളെയും ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് കർമ്മത്തിൽ പെട്ട് നമ്മൾ കുടുങ്ങുകയാണ് പലപ്പോഴും. കർമ്മം നമ്മളെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. അപ്പം അത് മനസ്സിലാക്കാതെ കർമ്മത്തിൽപ്പെട്ട് കർമ്മഠന്മാരായി നമ്മൾ ജീവിക്കുന്നു. പ്രാചീന ബർഹിസിന്റെ ഒക്കെ കഥ പറഞ്ഞതുപോലെ പണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു സ്ഥലത്ത് ശ്രാദ്ധത്തിന്റെ തലേ ദിവസം കുറേ പൂച്ചകളുണ്ട് ആ വീട്ടില്. അപ്പൊ ശ്രാദ്ധത്തിന്റെ തലേ ദിവസം എന്ത് ചെയ്യും? ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പൂച്ചകളെയൊക്കെ പിടിച്ച് ഒരു മുറിയിൽ കൊണ്ടുപോയി അടയ്ക്കും. എന്തിനാണ്? ഈ ശ്രാദ്ധത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ വാതിലടയ്ക്കും. പിന്നെ ശ്രാദ്ധമൊക്കെ പിറ്റേ ദിവസമൊക്കെ ഊട്ടലൊക്കെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഈ റൂം തുറക്കും. പൂച്ചകളൊക്കെ പുറത്തേക്ക് വരും. ഇങ്ങനെ കുറച്ച് ദിവസം കുറേ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം നോക്കിയപ്പോൾ വീട്ടില് പൂച്ചകളില്ല. പണ്ടൊക്കെ പൂച്ചകൾ ധാരാളം ഉണ്ടായിരുന്നു, പൂച്ചയില്ല. അപ്പോൾ എന്ത് ചെയ്തു? തലേ ദിവസം 5 മണിക്ക് പൂച്ചയെ അടയ്ക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് എന്ന് നമ്മളങ്ങനെ തീരുമാനിച്ചേക്കാണ്. അതുകൊണ്ട് തലേ ദിവസം അപ്പുറത്തെ വീട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ പോയി ഒരു പൂച്ചയെ കിട്ടും. എന്തിനാ? പൂച്ചയെ ഒന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രാദ്ധത്തിൻ്റെ ഒരു ചടങ്ങാക്കി നമ്മളത് മാറ്റി. അത് കഴിഞ്ഞ് അവിടുന്ന് ഇവിടുന്നൊക്കെ പൂച്ചയെ കൊണ്ടുവന്ന് അതിനകത്ത് അടച്ച് ശ്രാദ്ധ കൂട്ടി വീണ്ടും പൂച്ചയൊക്കെ തുറന്നു വിട്ടു. ഇന്ന് ശ്രാദ്ധം വളരെ ഗംഭീരമായിട്ട് നടന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതേപോലെ ഒരു കാലത്ത് നമുക്ക് പറ്റിയ ഒരു അബദ്ധം പോലും പിറ്റേന്ന് ആചാരമായിട്ട് തീരും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. പക്ഷേ അത് ദുരാചാരമാണോ എന്ന് നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ബുദ്ധിയൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ പറയില്ലേ, ജലപിശാചം എന്നൊക്കെ പറയും. എല്ലാത്തിലും ഇങ്ങനെ സംശയം തോന്നി നമ്മുടെ ജീവിതം ഒരിക്കലും ആനന്ദമില്ലാത്തതായിട്ട് തീരും. ഇപ്പൊ ഇവിടെ പറയുകയാണ്, ആ ക്ഷീയന്റെ ചാസ്യകർമാണി, അവന്റെ കർമ്മങ്ങളും ക്ഷയിച്ച് ഇല്ലാതെയാവും. അതുകൊണ്ട് ആ വാസുദേവേ ഭഗവതി, ഭഗവാനായ വാസുദേവനിൽ ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത്. നിത്യം ഭക്തിം പരമയാമുദ. കവികളൊക്കെ അത്തരത്തിലാണ് ചെയ്യണത്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? കുർവന്തി ആത്മപ്രസാദിനി, ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ സന്തോഷം, അതിൻ്റെ ആ ശക്തിക്ക്, അതിൻ്റെ അരോഗ ദൃഢഗാത്രത എന്നൊക്കെ പറയും. അത് ശരീരത്തെ സംബന്ധിച്ചാണ്. ഈ ആരോഗ്യം മനസ്സിനും ഉണ്ടാവണം. ശരീരം മാത്രം പോരാ, മനസ്സും ശുദ്ധമാവണം, ആരോഗ്യമുള്ളതാവണം എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. ഭഗവാൻ ലീലാവതാര അനുരതോ ദേവതിര്യന്നരാദിഷു എന്ന് പറഞ്ഞ സൂതൻ ആദ്യം തന്നെ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുകയാണ്. അവതാര ഹ്യസംഖ്യേയ എന്ന് പറഞ്ഞു. കുറേ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഭഗവാന്റെ അവതാരങ്ങൾ എത്രയാണ് പറയാൻ സാധിക്കില്ല, ആർക്കും പറയാൻ സാധിക്കില്ല. നമ്മൾ 10 എന്നും അല്ലെങ്കിൽ ഇവിടെ 24 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചില അവതാരങ്ങൾ മാത്രം. കാരണം നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാന്റെ ചൈതന്യമാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷിമൃഗാദികളായും വൃക്ഷലതാദികളായും മനുഷ്യരായും ദേവനായും ഇങ്ങനെ ഏത് തരത്തിലുള്ള ജീവനും ഭഗവാന്റെ അവതാരമാണ്. അപ്പൊ ഭഗവാന്റെ അവതാരം അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ തരത്തിൽ സോഹം ശ്രാവയിഷ്യാമി യഥാധീതം യഥാമതി. ഞാനിത് നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ എങ്ങനെയാണോ പഠിച്ചത് അത് എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറഞ്ഞു തരാം. ഓരോ
ഭാഗവത ആചാര്യന്മാരും പറയുന്നത് ഇങ്ങനെയാണ്. സത്യത്തിൽ പറയേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. യഥാധീതം യഥാമതി. ഞാൻ എന്താണോ പഠിച്ചത് അത് ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച്, എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച്. എന്താണ് എൻ്റെ ബുദ്ധി? ഭഗവാന്റെ സങ്കല്പം. ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ എന്ന് ശിശു ബ്രഹ്മർഷി പറയുന്ന ആ ശിശുക സാരസ്വതത്തിൽ പറയുന്നത് പോലെ എൻ്റെ വാക്കിനെ അലങ്കരിക്കാൻ ഭഗവാനെ അവിടുന്ന് തന്നെ എത്തണേ. ഭഗവാൻ വരുമ്പോഴാണ് നാവ് വേണ്ടതുപോലെ പ്രവർത്തിക്കുക. ഭഗവാൻ ഉണ്ടെങ്കിലേ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുള്ളൂ. ഭഗവാൻ ഉള്ളിലുണ്ടെങ്കിലേ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ചെവി എന്നുള്ള അവയവം ഇവിടെ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. അതിന് കേൾക്കാനുള്ള ശക്തി നൽകുന്നത് ഭഗവാനാണ്. കണ്ണിവിടെ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. അത് മൈപ്പീലിയുടെ കണ്ണ് എന്ന് പറയും. മൈപ്പീലി കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഇതേപോലെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന വസ്തുവല്ല ഭഗവാൻ, മറിച്ച് നമ്മുടെ കണ്ണിന് കാണാൻ സാധിപ്പിക്കുന്ന വസ്തുവാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയണം. ആ ഭഗവാൻ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. നമ്മളൊക്കെ വെറും പൂജ്യമാണ്. ആ പൂജ്യത്തിന് വില നൽകുന്നതാണ് ഭഗവാൻ. അത് നമ്മൾ നിരന്തരമായ ഭഗവത് സ്മരണ കൊണ്ട് ഈ തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമ്മൾ പൂജ്യം, ഭഗവാൻ നമ്മളെ പൂജ്യ പദവിയിലേക്ക് എത്തിക്കുന്ന ഒന്ന്. നമ്മൾ എത്ര പൂജ്യമായിട്ട് കാര്യമില്ല, അല്ലേ? ഭഗവാനാകുന്ന ഒന്നില്ലെങ്കിൽ പൂജ്യത്തിന് വിലയില്ല. ശരീരത്തിൽ ആ ജീവചൈതന്യമായി ഭഗവാൻ ഇല്ലെങ്കിൽ ഇതെന്താണ്? ഇത് ഭാര്യയോ ഭർത്താവോ മകനോ മകളോ അച്ഛനോ അമ്മയോ ഒന്നുമല്ല, മറിച്ച് അത് വെറും ശവം മാത്രമാണ്. ആ ശവത്തെ ശിവമാക്കുന്നതാണ് ഭഗവാൻ. അതുകൊണ്ട് ആ ഒന്നിനെ തിരിച്ചറിയലാണ്, ആ ഒന്നായ സത്യത്തെ തിരിച്ചറിയലാണ് ഭാഗവതം എന്ന് നമുക്ക് ഓർപ്പിക്കാം. ഇപ്പൊ യഥാധീതം യഥാമതി എന്ന് പറഞ്ഞിട്ട് അവിടെ ശൗനകാദി ഋഷീശ്വരന്മാരുടെ മുമ്പിൽ നൈമിഷാരണ്യത്തിൽ സൂതൻ കഥ പറയാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, ഈ ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ്, ഏത് കാലത്താണ് വേദവ്യാസൻ ഈ ഭാഗവതം നിർമ്മിച്ചത്? അതിന് കാരണം എന്താണ്? പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്തത് എന്തുകൊണ്ടാണ്? നിവൃത്തിനിരതനായ പ്രവൃത്തിധർമ്മങ്ങളിൽ അശേഷം താല്പര്യമില്ലാത്ത ശിശു ബ്രഹ്മർഷി എന്തുകൊണ്ടാണ് ഭാഗവതത്തെ പഠിച്ചത്? ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, അത് പറഞ്ഞു തരണേ എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്തതും ഭാഗവതം കേട്ടതും ഇതൊക്കെ അങ്ങ് നേരിട്ട് അനുഭവിച്ച ആളാണ്, അതുകൊണ്ട് അത് പറഞ്ഞു തരണേ എന്ന് അവിടെ സൂചിപ്പിച്ചു. അപ്പൊ വേദവ്യാസൻ ഭാഗവതം നിർമ്മിക്കാനുണ്ടായ കാരണമാണ് ആദ്യം പറഞ്ഞത്. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയെ, മൂന്നാമത്തെ യുഗമായിരിക്കുന്ന ദ്വാപര യുഗത്തിൽ, അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ പരാശരന്റെയും സത്യവതിയുടെയും പുത്രഭാവത്തിൽ കലയാ ഹരേ, ഹരിയുടെ കലയായി, ഹരിയുടെ അംശമായിട്ട് അവിടെ ഒരു ഉണ്ണി പിറന്നു. ആ ഉണ്ണി ദ്വീപിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് ആ ഉണ്ണിയെ ദ്വൈപായനൻ എന്ന് വിളിച്ചു. ആ ഉണ്ണിയുടെ നിറം കറുത്തതായിരുന്നു. ആ ഉണ്ണിയെ കൃഷ്ണദ്വൈപായനൻ എന്ന് വിളിച്ചു. ആ കൃഷ്ണദ്വൈപായനൻ കലിയുഗത്തിൽ ഇനി വരാൻ പോകുന്നവരുടെ ബുദ്ധിമുട്ട് ആലോചിച്ചു. ഇതൊക്കെ സജ്ജനങ്ങളുടെ ഒരു രീതിയാണ്, സ്വഭാവമാണ്. നമ്മളൊക്കെ നമുക്ക് എന്താ ഗുണം എന്നുള്ളതേ വിചാരിക്കാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മറിച്ച് ഈ ലോകത്തിന് താൻ എന്താണ് ചെയ്യേണ്ടത്. കലിയുഗം ആരംഭിക്കുമ്പോൾ ആളുകൾ പൊതുവിൽ ബുദ്ധി കുറഞ്ഞവരും ആയുസ് കുറഞ്ഞവരൊക്കെ ആയിട്ട് തീരും. അവർക്ക് ഈ വേദത്തെ, ഭഗവാന്റെ സ്വരൂപമാണ് വേദം, വേദോ നാരായണ സാക്ഷാൽ എന്ന് അജാമിളമോക്ഷ കഥയിൽ നമ്മൾ കേൾക്കും. അപ്പൊ ഇവിടെ ആ വേദത്തെ അറിയാൻ ആളുകൾക്ക് താല്പര്യം കുറവായിരിക്കും കലിയുഗത്തിൽ. അവരെ ഇതിലേക്ക് താല്പര്യമുള്ളവരാക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ ഈ വേദം വളരെ വലുതാണെങ്കിൽ, അല്ലെ, വലിയൊരു പുസ്തകം, നമുക്ക് തോന്നും ഇത് മുഴുവനൊന്നും നമ്മൾ വായിച്ചിട്ട് തീരിലുണ്ടാവില്ല. അപ്പൊ എന്ത് വിചാരിക്കും? എന്നാ വായിക്കുകയേ വേണ്ടാന്ന് വിചാരിക്കും. അങ്ങനെയാണ്, അല്ലേ? അപ്പൊ അദ്ദേഹം വിചാരിച്ചു എങ്കിലൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഗുണമുണ്ട്, അല്ലേ? ഭാഗവതം വലിയ പുസ്തകമാണെങ്കിൽ ഇത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ട്, ഇത് മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റുമോ? അപ്പൊ ഓരോ ദിവസത്തെയും സപ്താഹത്തിന് വായിക്കുന്നത് മാത്രം പ്രത്യേകം ബൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തരക്കേടില്ല, ഇത് കുറിച്ചൊന്ന് വായിക്കാം, വലിയ കുഴപ്പമില്ല തോന്നും. ഇവിടെ
ഈ വേദമാകുന്ന വലിയ വലിയൊരു കടലിനെ എന്ത് ചെയ്തു? അതിനെ ചെറുതാക്കി ഓരോ പുഴകൾ പോലെയാക്കി മാറ്റി. 4 ആ വേദങ്ങൾ ഒന്നേ ഉള്ളൂ. വേദം ഒന്നേ ഉള്ളൂ. ആദ്യത്തെ കൃതയുഗത്തിൽ വേദങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പ്രണവം തന്നെയായിരുന്നു അന്നത്തെ വേദം. അവരൊക്കെ കൃതകൃത്യന്മാരായിരുന്നു, ധർമാനുസാരികളായിരുന്നു. പിന്നെ ഓരോ യുഗത്തിലും ധർമ്മത്തിന് ശക്തി കുറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പതാ ധർമ്മം വളരെയധികം മൃതപ്രായമായിട്ടുള്ള അവസ്ഥ. ഇനിയും ഒരുപാട് കാലങ്ങൾ കഴിയാനുണ്ട്. എങ്കിലും കലിയുഗത്തിലെ ആളുകൾക്ക് വേണ്ടി വേദത്തെ 4 പകുത്തു എന്ന് പറയുന്നു. ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. ഇതിഹാസ പുരാണങ്ങളെ 5ാമത്തെ വേദമായിട്ട് പറയുന്നു. അവിടെ പറഞ്ഞു ഈ ഇതിഹാസ പുരാണങ്ങൾ പിതാമേ രോമഹർഷണ, എൻ്റെ അച്ഛനായ രോമഹർഷണനാണ് വേദവ്യാസൻ പകർന്നു കൊടുത്തത്. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു എന്നാണ്. തത്ര വേദധരപ്പൈല സാമകോ ജൈമിനി കവി വൈശമ്പായന ഏവൈകോ നിഷ്ണാദോ യജുഷാമുത. വേദങ്ങളെ 4 പേർക്കായിട്ട് പകർന്നു കൊടുത്തു. ഇതിഹാസ പുരാണങ്ങൾ എൻ്റെ അച്ഛനും കൊടുത്തു. അങ്ങനെ എൻ്റെ അച്ഛൻ അവിടെ ഈ തരത്തിൽ ഭാഗവത പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ ബലരാമസ്വാമി അച്ഛനെ നിഗ്രഹിച്ചതും ആ ബലരാമസ്വാമിയുടെ അനുഗ്രഹത്താൽ ഞാൻ സൂതനായി മാറിയത്, പൗരാണികനായിട്ട് മാറിയത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഈ വേദവ്യാസൻ വേദത്തെ 4 പകുത്തു, മഹാഭാരതം നിർമ്മിച്ചു, 17 പുരാണങ്ങൾ നിർമ്മിച്ചു. എന്നിട്ടും അദ്ദേഹം ആലോചിക്കുകയാണ്, തനിക്ക് ഒരു ആനന്ദം ഉണ്ടാവുന്നില്ലല്ലോ. എന്താണ് ഇതിന് കാരണം? താൻ മറ്റുള്ളവർക്ക് ആനന്ദം ഉണ്ടാവാൻ, അവരുടെ ദുഃഖങ്ങൾ തീരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ അവർക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് അറിയണതിന് മുമ്പ് തനിക്കൊരു ആനന്ദം വേണ്ട. നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അത് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും, ഒരു കൃതാർത്ഥത വരണം. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളൊരു തോന്നൽ ഇത് തനിക്ക് ഉണ്ടാകണില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? വേദവ്യാസൻ വല്ലാതെ വിഷമിച്ചിരുന്നു. ഭഗവാന്റെ മഹിമകൾ ഞാൻ പാടിയത് വേണ്ട പോലെ ആയില്ല എന്ന് വരുമോ, ഭഗവാന് അത് വേണ്ട പോലെ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ വേദവ്യാസന്റെ മുമ്പിലേക്ക് സാക്ഷാൽ വീണാധാരിയായിരിക്കുന്ന നാരദ മഹർഷി എത്തിച്ചു. നാരദൻ വേദവ്യാസനോട് പറയുകയാണ്, പരാശരപുത്ര എന്ന് വിളിക്കുകയാണ്. ആ പൈതൃകത്തെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങക്ക് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, അങ്ങയുടെ മുഖം കണ്ടാൽ അത് മനസ്സിലാകുന്നില്ല, എന്ത് പറ്റിയ അങ്ങക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നാരദ മഹർഷി, അങ്ങ് ഈ ലോകത്ത് മുഴുവൻ വായുവിനെ പോലെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിരിക്കുന്നു, സൂര്യനെ പോലെ നിത്യസാക്ഷിയാണ് അവിടുന്ന്. എന്നിട്ടും അവിടത്തേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് എനിക്ക് അറിയാമെങ്കിലും അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ശരിയാണെന്ന് പറഞ്ഞത് ഞാൻ ചെയ്തത് പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ, എനിക്കൊരു കൃതാർത്ഥത അനുഭവപ്പെടുന്നില്ല, ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചപ്പോ നാരദമഹർഷി പറഞ്ഞു, യഥാ ധർമാദയാശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമാ എന്ന് പറഞ്ഞത്. ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങ് പലതും ചെയ്തു. പക്ഷേ ഇവിടെ വാസുദേവ കഥകളുടെ മഹിമ അങ്ങ് വേണ്ടതുപോലെ വർണ്ണിച്ചില്ല. ഇതാണ് അങ്ങക്ക് പറ്റിയ തെറ്റ്. തദ്വാഗ്വിസർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി. ഓരോ ശ്ലോകത്തിലും തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ, ഭഗവാന്റെ നാമമാണെങ്കിൽ അത് സജ്ജനങ്ങളെ സന്തോഷിക്കും, അങ്ങയ്ക്കും സന്തോഷിക്കണം. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാന്റെ കഥകളെ പാടൂ എന്ന് പറയുക. അത് കേട്ടപ്പോ വേദവ്യാസൻ അത്ഭുതത്തോട് നാരദമഹർഷിയുടെ നോക്കി നോക്കി. അപ്പൊ നാരദൻ പറഞ്ഞു, അങ്ങ് എന്നെ ഇങ്ങനെ ഇത്ര അത്ഭുതത്തോടു കൂടി നോക്കണ്ട, ഞാനിത് പറയുന്നത് വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ചില ആളുകളൊക്കെ പറയും, ഇല്ലേ, ഇന്നൊരു കാര്യമുണ്ട്,
അതിന് ഇന്ന ആളെ കണ്ടാൽ മതി. അല്ല, അതിനിപ്പോ സംശയിക്കേണ്ട. ഞാൻ ഉറപ്പായിട്ട് പറയും, എനിക്ക് നല്ല അനുഭവമാണ്. ചിലപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ അടുത്തേക്കൊക്കെ പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേറൊരാളുടെ അനുഭവമുള്ള ഒരാളുടെ വാക്കുകൂടി നമ്മൾ കേൾക്കാറുണ്ട്. ഇതേപോലെ നാരദ മഹർഷി പറഞ്ഞു, എനിക്ക് അനുഭവമാണ്. അങ്ങ് എന്നെപ്പോ ഞാനിവിടെ വന്ന സമയത്ത് വേണ്ട പോലെ പൂജിക്കുകയൊക്കെ ചെയ്തു, അങ്ങ് എന്നെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അതിന് കാരണം എന്താ? അങ്ങ് എന്നിൽ ഈശ്വരാംശത്തെ കാണുന്നു എന്നുള്ളതുകൊണ്ട്. ഇതൊന്നുമല്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ പണ്ട് ഉപഗരിഹൻ എന്ന പേരുള്ള ഒരു ഗന്ധർവനായി. ഗന്ധർവന്മാരുടെ പ്രവൃത്തി എന്താ? പാട്ട് പാടുക. അപ്പൊ ഞാൻ നല്ല പോലെ പാട്ടൊക്കെ പാടിയിരുന്നു. പക്ഷെ ഒരു ദിവസം ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഒഴിവില്ല പറഞ്ഞു. ഞാൻ പോയില്ലേ. ഞാൻ എന്തിലായിരുന്നു എനിക്ക് താല്പര്യം? ഞാൻ സ്ത്രീകളോടുകൂടി അവരോടുകൂടി പാട്ടുപാടി നടക്കാനായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ദോഷം കൊണ്ട് എനിക്ക് വൈകാതെ ഒരു ദാസിയുടെ പുത്രനായി പിറക്കേണ്ടി വന്നു. അങ്ങനെ അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രം. അമ്മ കാലത്ത് ജോലിക്ക് പോയാൽ ഞാനും അമ്മയുടെ കൂടെ പോകും. അവിടെ ചെല്ലുമ്പോൾ യജമാനൻ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ എനിക്ക് തരും. ഞാനതൊക്കെ ചെയ്യും. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. വൈകുന്നേരം ആ കിട്ടുന്ന കൂലിയും വാങ്ങി ഞാനും അമ്മയും തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ എനിക്ക് ഒരു ദിവസം കുറേ മഹർഷീശ്വരന്മാര് അവിടെ വന്നു. ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് മഹർഷിമാര് ഗൃഹസ്ഥന്മാരുടെ ഗൃഹത്തിൽ വന്ന് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കും. 4 മാസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. അങ്ങനെ അവർ വന്നപ്പോൾ അവരെ ശുശ്രൂഷിക്കാനുള്ള പരമമായ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് എന്തായി? അവർ പറയുന്ന നാമത്തിന്റെ മഹിമയോ അതിൻ്റെ അർത്ഥതലങ്ങളോ ഒന്നും എനിക്ക് അനുഭവവേദ്യമായില്ലെങ്കിലും എന്തോ ഒരു അവാച്യമായ അനുഭൂതി ഉള്ളിലേക്ക് നിറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എനിക്ക് അന്ന് വയസ്സ് 5 മാത്രം. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. 4 മാസം കഴിഞ്ഞ് അവരൊക്കെ തിരിച്ചു പോകാൻ നേരത്ത് എൻ്റെ ശിരസിൽ കൈവച്ച് അവരനുഗ്രഹിച്ചു. ആ അനുഗ്രഹം കൊണ്ട്, അവരുടെ അനുഗ്രഹത്തിൻ്റെ ആ ചാന്ദ്രശീതളിമയിൽ എൻ്റെ ജീവിത ദുഃഖങ്ങൾ, ജീവിതത്തിൻ്റെ ചൂട് ഇല്ലാതെയായി. ഞാൻ വളരെ സന്തോഷിച്ചു. പക്ഷേ എനിക്ക് അമ്മയെ ഉപേക്ഷിച്ചു പോകാൻ നിവർത്തിയില്ല. പരമമായ ധർമ്മം എന്ന് പറയുന്നത് എന്താ? പിതൃ മാതൃ പൂജയാണ്. ജീവിച്ചിരിക്കുന്ന ഈശ്വരാംശങ്ങളാണ് അവർ. അപ്പൊ അവരെ പൂജിക്കുക എന്നുള്ളത് പരമപ്രധാനം. അവരെ സേവിക്കുക, അവരെ പരിചരിക്കുക. നോക്കൂ, ഭഗവാന്റെ കാരുണ്യം ഏതൊക്കെ രൂപത്തിലാണ് വരുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരിക്കൽ അമ്മ കാട്ടിലേക്ക് ആ പശുവിനെ മേയ്ക്കാനായിട്ട് പോകും. ഏകാത്മജാമേ ജനനീയോഷിത് മൂഢാച കിങ്കരി. അങ്ങനെ ആ അമ്മ പോയ സമയത്ത് ഏകദാം നിർഗതാം ഗേഹാൽ ദുഹന്തിം നിശികാംബധി. രാത്രി സമയത്താണ് പോയത്. സർപ്പോ അദശൽ പദാസ്പൃഷ്ട കൃപണാം കാലചൂരിത. അമ്മയുടെ കാലിൽ ഒരു പാമ്പ് വന്ന് കടിച്ചു. അമ്മ മരിച്ചു. അനുഗ്രഹം മന്യമാണ്. ഞാനിത് വിചാരിക്കുന്നത് എന്താ? ഭഗവാന്റെ അനുഗ്രഹമാണ്. അങ്ങനെ വിചാരിക്കാറാവണ്ടേ. അമ്മ മരിച്ചത് ആ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കുക. ഇപ്പോഴത്തെ ആളുകൾ അമ്മ മരിച്ചുല്ലോ എന്നുള്ള സന്തോഷമല്ല, ഇവിടെ നേരെ വിപരീതമാണ്. അമ്മയോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ ഉള്ളിൽ ചേർത്ത് വെച്ച് അമ്മ മരിച്ചതുപോലും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് കരുതി. ഇതൊക്കെയാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. സുദാമാവിന്റെ കഥയിൽ നമ്മളതിന് കേൾക്കും. അവിടെ പറയുന്നുണ്ട്, ആ സുദാമാവ് പറയുകയാണ്, അധനോയം ധനം പ്രാപ്യാം അദ്യൻ ഉച്ചേർന്നമാം സ്മരേൽ ഇതി കാരുണ്യകോ നൂനം ധനം മേ ഭൂരിനാഥകാൽ. കാരുണ്യമുള്ള ഭഗവാൻ എനിക്ക് ഒന്നും തന്നില്ല. നമ്മളെന്താ വിചാരിക്കാറ്? ഭഗവാന് ഒന്നും തരാതിരുന്നാൽ എന്നോട് ഒട്ടും തന്നെ കാരുണ്യമില്ല എന്നാണ് തോന്നാറ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. എനിക്കൊന്നും തരാതിരുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. കാരണം ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവും. അതുകൊണ്ട് എന്നെ അഹങ്കരിപ്പിച്ച് നശിപ്പിക്കരുത് എന്ന് ഭഗവാന് പ്രത്യേകമായിട്ട് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് എനിക്കൊന്നും തന്നില്ല എന്നാണ്. ഇവിടെ അത് അനുഗ്രഹം മന്യമാണ്. ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് വിചാരിച്ച് ഞാൻ വടക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ ബദരി ആശ്രമത്തിൻ്റെ അവിടെ
ഒരു വലിയൊരു വൃക്ഷച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഞാൻ ഭജിച്ചും കൊണ്ടേയിരുന്നു, ഭഗവാന്റെ നാമം ജപിച്ചും കൊണ്ടേയിരുന്നു. ആ ഗുരുനാഥന്മാർ പകർന്നു തന്ന കീർത്തനങ്ങളും നാമസങ്കീർത്തനവും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ കഴിയും. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭഗവാൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, എന്താ വരം വേണ്ടത് എന്ന് ചോദിക്കുക. എന്നും അവിടുത്തെ പാദഭക്തി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ജന്മത്തിൽ ഇനി നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല. അടുത്ത ജന്മത്തിൽ ബ്രഹ്മപുത്രനായി നീ വരുമ്പോൾ മഹതി എന്ന വീണ മീട്ടിക്കൊണ്ട് എൻ്റെ മഹാത്മ്യങ്ങൾ പാടി നടക്കുന്ന ഉത്തമ ഭക്തനായിട്ട് തീരും നീ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ പെയ്തിറങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ ഭഗവാനെ ഭജിച്ച് അവസാനം ഇപ്പതാ അങ്ങ് കാണുന്ന തരത്തിലുള്ള ഒരു നിലയിലേക്ക് ബ്രഹ്മപുത്രനായി ഭഗവാന്റെ പാട്ടുകൾ പാടിക്കൊണ്ട് വീണ വീട്ടിക്കൊണ്ട് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കും. അപ്പൊ അങ്ങയ്ക്കും ഇതേപോലെ ആകാൻ സാധിക്കും എന്ന് അവിടെ പറയുന്നു. ഇങ്ങനെ ആ നാരദ സംവാദം അവിടെ പൂർത്തിയാവുകയാണ്. ഇപ്പൊ ചോദിച്ചു, ഈ നാരദ മഹർഷിക്ക് ആരാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ കേട്ടത്. നാരദ മഹർഷിക്ക് ഇത് പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവാണ് എന്നുള്ളത് ദ്വിതീയ സ്കന്ധത്തിൽ കേട്ടു. മറ്റൊരു ചോദ്യം ഉണ്ടായി, നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാം തദഭിപ്രേതം തഥ കിമകരോമി. നാരദൻ പോയതിനു ശേഷം ബ്രഹ്മാവ് എന്താ ചെയ്തതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, സരസ്വതി നദിയുടെ തീരത്ത് ശമ്യാപ്രാസം എന്ന ആശ്രമത്തിൽ അവിടെ അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഭഗവത് അനുഗ്രഹം, ഭഗവാന്റെ ലീലകൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കുമ്പോഴേക്കും തന്നെ അതൊക്കെ വേണ്ടതുപോലെ കിട്ടാൻ തുടങ്ങി. നമ്മൾ പറയാറില്ലേ, മുറ്റത്ത് വന്ന് വീഴുന്ന പൂക്കൾ പോലെ, ഇവിടെ അക്ഷരപ്പൂക്കൾ പോലെ ഭഗവാന്റെ ലീലകളൊക്കെ വേദവ്യാസന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി തുടങ്ങി. വേദവ്യാസൻ അത് മുഴുവൻ എടുത്ത് ഭക്തി സൂത്രം കൊണ്ട് ബന്ധിച്ച്, മാല ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് അല്ലേ, ഒരു നൂല് വേണം, ആ നൂല് ഭക്തിയാകുന്ന നൂല് കൊണ്ട് ബന്ധിച്ച് അതിമനോഹരമായിരിക്കുന്ന ഒരു മാല്യം ഉണ്ടാക്കി. നമ്മുടെയൊക്കെ മാല കറ്റുന്ന മാല്യമാണ് ശ്രീമദ് ഭാഗവതമാകുന്ന ഈ മാല്യം. അപ്പൊ ഇതിനി ഭഗവാന്റെ കഴുത്തിലണിയിക്കണം, അത് ആര് വേണം എന്ന് ആലോചിക്കുമ്പോഴാണ് പുഞ്ചിരിക്കുന്ന തൻ്റെ പുത്രന്റെ മുഖം വേദവ്യാസന്റെ ഉള്ളില് നിറഞ്ഞിങ്ങനെ വന്നത്. അപ്പൊ എല്ലാം ഉപേക്ഷിച്ചു പോയ ആളാണ്, എങ്കിലും അവിടെ തൻ്റെ പുത്രനെ വിളിച്ചു. ശുഖമധ്യാപയാമാസ നിവൃത്തിനിരതം മുനി. നിവൃത്തിനിരതനായിരിക്കുന്ന ശ്രീ ശുഖബ്രഹ്മർഷിയെ, തൻ്റെ പുത്രനെ തന്നെ ഈ ഭാഗവതം വേണ്ടതുപോലെ പഠിപ്പിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ശ്രീശുവിനത് പഠിക്കാൻ കാരണം? സാധാരണ രീതിയിൽ ഒന്നും പഠിക്കാൻ താല്പര്യമില്ല, കാരണം അതൊക്കെ പ്രാരബ്ധത്തിന് ഹേതുവാണ് എന്നുള്ളത് കൊണ്ട് ഒന്നും പഠിക്കാതെയാണ് അദ്ദേഹം. പക്ഷേ എല്ലാം അറിയുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹം പഠിച്ചത് എന്നാണെങ്കിൽ, ശ്രീശുഖൻ ആലോചിച്ചു, തനിക്ക് നിർവികൽപ്പ സമാധിയിലുണ്ടാകുന്ന ആനന്ദം ഈ വാക്കുകളിലൂടെ, ഈ ഭാഗവതാമൃതത്തിലൂടെ തനിക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ തനിക്ക് മാത്രമല്ല അതുകൊണ്ട് ഗുണം, ലോകത്തിന് മുഴുവൻ അതിന്റെ ഗുണം. അതുകൊണ്ട് എന്ത് ചെയ്യാം, താൻ ഇത് പഠിച്ച് ലോകത്തിന് പകർന്നു കൊടുക്കാം. അപ്പൊ നിർവികൽപ്പ സമാധിയിൽ തനിക്കുണ്ടാകുന്ന ആനന്ദം ഈ ഭാഗവതത്തിലൂടെ ലോകത്തിന് മുഴുവൻ ഉണ്ടാവുമെങ്കിൽ അതാണല്ലോ നല്ലത്. സജ്ജനങ്ങൾ ഒരിക്കലും സ്വാർത്ഥരല്ല, എനിക്ക് മാത്രം ആനന്ദം ഉണ്ടായാൽ മതി എന്നല്ല വിചാരിച്ചത്, ലോകത്തിന് മുഴുവൻ ആനന്ദം ഉണ്ടാവട്ടെ എന്ന് തീർച്ചപ്പെടുത്തി അദ്ദേഹം അത് പഠിച്ചു. ഇനി എന്തുകൊണ്ടാണ് പരീക്ഷിച്ചത് സ്വീകരിച്ചത് എന്നുള്ളതാണ് പ്രായോപവേശം സ്വീകരിക്കാനുണ്ടായ കാരണം. അപ്പൊ ആദ്യം ആ പരീക്ഷത്തിന്റെ കഥ പറഞ്ഞപ്പോൾ പാണ്ഡവന്മാരുടെ കഥ പറഞ്ഞു. പാണ്ഡവന്മാരെ യുദ്ധത്തിലൊക്കെ വിജയിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. പടകുടീരത്തിൽ തളർന്നുറങ്ങുന്ന പാണ്ഡവന്മാര്, മറ്റൊരു സ്ഥലത്ത് പാഞ്ചാലിയുടെ മക്കൾ കിടന്നുറങ്ങുന്നു. ഇവിടേക്ക് അശ്വത്ഥാമാവ് രാത്രിയുടെ മറവിൽ കടന്നു വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ആ ഉണ്ണികളുടെ മുഴുവൻ പാഞ്ചാലിപുത്രന്മാരുടെ കഴുത്തു മുറിച്ച് ആ കഴുത്തുമായി നേരെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എത്തി. അവിടെ തുടയിൽ തകർന്ന് മരണം കാത്തു കിടക്കുന്ന തൻ്റെ സ്വാമിയെ അവിടെ കണ്ട് ഈ തലകൾ അവിടെ എത്തിച്ചു ദുര്യോധനെ.
ദുര്യോധനന് പോലും അത് അംഗീകരിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം സുപ്തം ബാലം അല്ലേ, ഉറങ്ങിക്കിടക്കുന്ന നിഷ്കളങ്കരായ കുട്ടികളെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ദുര്യോധനന് പോലും തോന്നിയെന്നാണ്. അശ്വത്ഥാമാവ് നോക്കൂ, ഉന്നതമായ ബ്രാഹ്മണ കുലത്തിൽ പിറന്നിട്ടും ക്ഷത്രിയനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കഴിഞ്ഞവനായി ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ചെയ്യുന്നു. ഏതായാലും ഈ വിവരമറിഞ്ഞ് അർജുനൻ തൻ്റെ പ്രിയപ്പെട്ട പത്നിയെ സമാധാനിപ്പിച്ചു. വിഷമിക്കേണ്ട, ഇത് ചെയ്തവൻ ആരാണെങ്കിലും ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് അവനെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ ഭഗവാൻ തെളിച്ച തേരിൽ അവിടുന്ന് യാത്രയാവുന്നു. ആ യാത്രയിൽ ഭഗവാൻ തെളിച്ച തേരിൽ യാത്രയായി അശ്വത്ഥാമാവിനെ പിടികൂടി കയറുകൊണ്ട് ബന്ധിച്ച് നേരെ കൊണ്ടുവന്ന് ഈ പാഞ്ചാലിയുടെ അടുത്തേക്ക് വലിച്ചു കിടന്നു. പാഞ്ചാലി ഒന്ന് നോക്കി, മുച്യതാം മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ബ്രാഹ്മണനെ ഇങ്ങനെ കെട്ടിയിടാൻ പാടില്ല. തന്നെയുമല്ല, അങ്ങയ്ക്ക് ധനുർവേദ രഹസ്യങ്ങൾ പകർന്നു തന്ന സാക്ഷാൽ ദ്രോണാചാര്യ പുത്രനാണ് ഈ അശ്വത്ഥാമ. ദ്രോണാചാര്യരുടെ പത്നിയായിരിക്കുന്ന കൃപി മരണം സ്വീകരിക്കാതെ, തൻ്റെ ഭർത്താവ് മരിച്ചിട്ടും മരിക്കാതിരിക്കുന്നതിന് കാരണം ഈ ഉണ്ണിയാണ്. അതുകൊണ്ട് ഈ ഉണ്ണിയെ കൊല്ലരുത്, ഈ ഉണ്ണിയെ ഉടനെ തന്നെ അഴിച്ചുവിടൂ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഒരിക്കലും പാടില്ല, ഇവനെ കൊല്ലുകയാണ് വേണ്ടത്. കാരണം എന്താ, ഇവൻ ചെയ്ത പ്രവർത്തികൾ അത്രയും ഹീനമാണ്. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഇവന് തന്നെ അത് ഗുണകരമാണ് എന്നിരിക്കെ ഇവനെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് ഭീമസേനൻ അർജുനൻ ഭഗവാനോട് ചോദിച്ചു. ഭഗവാനെ, അവിടുത്തെ നിർദ്ദേശപ്രകാരമാണ് ബ്രഹ്മാസ്ത്രമയച്ച അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തെ പ്രത്യസ്ത്രമയച്ച് രണ്ടിനെയും ഞാൻ ഉപസംഹരിച്ചത്. അപ്പൊ അശ്വത്ഥാമാവിനെ കൊല്ലണം എന്ന് അവിടത്തേക്ക് ആഗ്രഹമില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പാഞ്ചാലിയുടെയും ഭീമേട്ടന്റെയും വാക്കുകൾ സത്യമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മബന്ധുർണ ഹന്തവ്യ ആതതായി വധാർഹണ. ബ്രാഹ്മണൻ കൊല്ലപ്പെടരുത്, എന്നാൽ ആയുധമെടുത്ത് വരുന്നത് അവൻ ബ്രാഹ്മണനോ ക്ഷത്രിയനാണോ നോക്കണ്ട, അവനെ കൊല്ലുക തന്നെ വേണം. ഇത് എൻ്റെ ഉറപ്പാണ്, എൻ്റെ ചിന്തയാണ്. അത് വേണ്ട പോലെ നടപ്പാക്കിക്കൊള്ളു. ഭഗവാൻ പറയുകയാണ്, എനിക്കും അതേപോലെ തന്നെ ആ ഭീമസേനും പാഞ്ചാലിക്കും ഒക്കെ യുക്തമായത് ചെയ്യൂ എന്ന് പറഞ്ഞ് പറയുകയാണ്. അത് കേട്ട് അശ്വത്ഥാമാവിനെ അവിടുന്ന് താടിയും തലയും പഠിച്ച് അപമാനിച്ച് ശിഖമുറിച്ച് അവിടുന്ന് പറഞ്ഞിരിക്കുന്നു. അശ്വത്ഥാമാവിൻ്റെ പക ആളി കത്തുന്നതായിട്ടുള്ള രംഗം ഒക്കെയാണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത്.